ൊപ്പം ജെബി മേത്തർ എം പി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ജെബി മേത്തർ. പാർലമെന്റിൽ ഇന്ന് നരേന്ദ്രമോദി മറുപടി പറയാൻ വരുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ, ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കുകയാണ്. ഇന്നലെ തന്നെ അമിത്ഷായും കിരൺ റിജിജുവും ഇക്കാര്യം സ്പീക്കറോട് ആവശ്യപ്പെട്ടതാണ്. അത് സാധ്യമാകുന്ന ഈ ഘട്ടത്തെ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? നരേന്ദ്രമോദി ഷെയ്ക്കൺ, അതായത് നരേന്ദ്രമോദിയും BJPയും ഒക്കെ ഞെട്ടിവറച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു ആധികാരികമായി വളരെ അസർട്ടീവായി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഇന്നലെ രാജ്യം സാക്ഷ്യം വഹിച്ചത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ ബോൾഡായിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള, ഫിയർലെസ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു സാന്നിധ്യം രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ആ പാർലമെന്റിലെ പ്രകടനം, ആ സമയത്ത് തന്നെ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും 2 പ്രാവശ്യം എണീറ്റ് നിൽക്കുക. ഓരോരുത്തരും, ഓരോ മന്ത്രിമാരും, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ, അതേപോലെ തന്നെ ഓരോരുത്തരും ചാടി എണീറ്റ് മറുപടി പറയുന്നതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് എത്രത്തോളം ഭയം ഇവരിൽ വന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്തും നേരിടാനായി ഈ രാജ്യത്തിന്റെ ശബ്ദമാകാൻ വേണ്ടി യുവാക്കളുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഇന്നലെ രാഹുൽ ഗാന്ധി അവിടെ അവതരിപ്പിച്ചു. ഇവർ ഈ എക്സ്പെൻഡ് ചെയ്തു, നീക്കം ചെയ്തു എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത് ആദ്യത്തെ സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെ തളർത്താൻ സാധിക്കില്ല. ശക്തിയോടെ, വളരെ ഉത്തരവാദിത്തത്തോടെ ജനങ്ങളുടെ പ്രശ്നം പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കാൻ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പൂർണ്ണമായും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നന്ദി ജെബി മേത്തർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചതിന്. ഇനി പാർലമെന്റിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ